ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വിശുദ്ധ സഭായോഗമായി നാം ഒന്നിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്ന് വന്നിരിക്കുകയാണല്ലോ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. കഴിയുന്നത്രയും എല്ലാവരും അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്നായിട്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുവാൻ. കൊയർ ഒരു പാട്ടിൻ്റെ ചില ചരണങ്ങൾ പാടും. നമുക്ക് ആ പാട്ട് പാടുമ്പോൾ നമ്മുടെ ഹൃദയ നിലങ്ങൾ ഒരുക്കപ്പെടുവാൻ, പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ സമർപ്പിക്കപ്പെടുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം വന്നിരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധത്തോട് ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഒരു പാട്ടിൻ്റെ ചരണങ്ങൾ ഇപ്പോൾ പാടും. വന്ദനം യേശുപര, നിനക്കെന്നും വന്ദനം യേശുപര എന്നുള്ള പാട്ട് കൊയർ ലീഡ് ചെയ്യുമ്പോൾ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വന്ദനം യേശുപര, നിനക്കെന്നും വന്ദനം യേശുപര. വന്ദനം യേശുപര, നിനക്കെന്നും വന്ദനം യേശുപര. വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവാ. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാ. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാ. തന്ന നിന്നുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ. തന്ന നിന്നുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ. ധീരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവപുതുവഴിയായി. ധീരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവപുതുവഴിയായി. നിന്നടിയാർക്കു പിതാവിൻ സന്നിധം വന്നിടാമേ സദതം. നിന്നടിയാർക്കു പിതാവിൻ സന്നിധം വന്നിടാമേ സദതം. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴുക്കൾ കരുളാൻ. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴുക്കൾ കരുളാൻ. പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാവോ. പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാവോ. വാനദൂതഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സതതം. വാനദൂതഗണങ്ങൾ
മനോഹര ഗാനങ്ങളാൽ സതതം ഊനമെന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നിനക്ക്. ഊനമെന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നിനക്ക്. മന്നരിൽ മന്നവൻ നീ, മരുകുലത്തിനു രക്ഷാകരൻ നീ. മന്നരിൽ മന്നവൻ നീ, മരുകുലത്തിനു രക്ഷാകരൻ നീ. നിന്നും പ്രഭാവമുള്ളോൻ പിതാവിനു സന്നിധൻ നീയല്ലയോ. ഹല്ലേലൂയ. നിന്നും പ്രഭാവമുള്ളോൻ പിതാവിനു സന്നിധൻ നീയല്ലയോ. നീയൊഴികെ ഞങ്ങൾക്കു സുരലോകെ ആരുള്ളു ജീവനാഥ. നീയൊഴികെ ഞങ്ങൾക്കു സുരലോകെ ആരുള്ളു ജീവനാഥ. നീയൊഴികെ ഇഹത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരനേ. നീയൊഴികെ ഇഹത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരനേ. വന്ദനം യേശുപരാ നിനക്കെന്നും വന്ദനം യേശുപരാ. വന്ദനം യേശുപരാ നിനക്കെന്നും വന്ദനം യേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു, വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ. കരുണാസമ്പൂർണനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിൻ്റെ മക്കളായ അടിയങ്ങൾക്ക് കർത്താവെ ഒന്നിച്ച് തൃപ്പാദപീഠെ ചേർന്ന് വന്ന് തിരുമുഖത്തേക്ക് നോക്കുവാൻ, വിശുദ്ധ സഭായോഗമായി കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. സംഭവവിപുലമായ ഒരാഴ്ചവട്ടം കൂടെ ഞങ്ങളെ വിട്ട് കടന്നുപോയി. കർത്താവിൻ്റെ കരം ഞങ്ങളോട് കൂടെയിരുന്നു. സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവസ്നേഹത്തോട് അവിടുത്തെ പാദപീഠെ ചേർന്ന് വന്ന് തിരുമുഖത്തേക്ക് നോക്കി കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഒന്നിച്ച് ഞങ്ങൾക്ക് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നുവെന്ന് ചേർന്ന് പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയിൽ ആശ്രയിക്കുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് ഒന്നിച്ചു തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ വീണ്ടും നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുമാറാകണം. എല്ലാവരും ആത്മീക ഉത്തരവാദിത്വത്തോടുകൂടി കർത്താവെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസ്തരായി കർത്താവിന് വേണ്ടി സേവ ചെയ്യുവാൻ, പുതുക്കി പ്രതിഷ്ഠിക്കുവാൻ, സമർപ്പിക്കുവാൻ ഞങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധിയിലെ സന്തോഷം ഞങ്ങൾ ഒന്നിച്ച് അനുഭവിപ്പാൻ, കർത്താവെ ഞങ്ങളെ വീണ്ടെടുത്ത വിധങ്ങളെ ഓർത്ത് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പൈതങ്ങളോട് ചേർന്ന്, ഞങ്ങളുടെ യൗവനക്കാരോട് ചേർന്ന്, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളോട്, മാതാപിതാക്കളോട് ചേർന്ന്
ഒന്നിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ. അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ എല്ലാ നിലയിലും കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി തീരുവാൻ നീ ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുതുബലവും പുതുചൈതന്യവും പുതുജീവനും പ്രാപിച്ചവരായി ഹല്ലേലൂയ കർത്താവെ ഉത്സാഹത്തോടെ ആത്മീക ഉത്തരവാദിത്വത്തോടുകൂടി കർത്താവെ ഈ പുതുവർഷം ഞങ്ങൾക്ക് എല്ലാ നിലയിലും അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി ഞങ്ങൾ ഒന്നിച്ചായിരിക്കുമ്പോൾ കർത്താവെ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ട്. ഹല്ലേലൂയ അവിടുത്തെ ശക്തി ധരിച്ചവരായി അവിടുത്തെ സന്നിധിയിലെ സന്തോഷം അനുഭവിച്ച് അങ്ങേ സ്തുതിച്ച് പാടി മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ട്. നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകലവും അങ്ങയുടെ നാമത്തിനും മഹത്വത്തിനും ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും കാരണമാക്കണമേ. പാടുവാൻ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ട്. സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. വചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങളുടെ മുന്നിൽ തുറന്നു തന്നാട്ട് കർത്താവേ ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിലെ സന്തോഷവും പ്രമോദവും ഞങ്ങൾ അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ട്. അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങയുടെ നാമം ഞങ്ങളുടെ മധ്യത്തിൽ ഉയരുവാൻ സഹായിക്കും. പ്രാർത്ഥന കേട്ടതിനാലും നന്ദി. ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അതാത് സ്ഥലങ്ങളിലിരിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നിച്ച് സന്തോഷത്തോടുകൂടി കർത്താവിനെ പാടി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പോവുകയാണ്. ഈ സമയത്താണ് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമ്മുടെ ഇടം മറന്ന് പരിസരം മറന്ന് ഉള്ളം തുറന്ന് കർത്താവിന് നന്ദി പറയുവാൻ പാടി കരങ്ങളെ തട്ടി സ്തുതിക്കുവാൻ ഉള്ള അവസരമാണ്. ഹല്ലേലൂയ. കൊയർ അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടും. നമുക്ക് ചേർന്ന് അതിനോട് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കട്ടെ. ഒന്നിച്ച് നമുക്ക് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. നിത്യമാം സ്നേഹത്തിൻ ആഴം ഉയരവും എന്നുള്ള പാട്ട് കൊയർ ഇപ്പോൾ ലീഡ് ചെയ്യും. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. കർത്താധി കർത്താവായി രാജാധി രാജാവായി ഇഹലോക രാജ്യങ്ങൾ നേടിടാതെ. ഓ കർത്താധി കർത്താവായി രാജാധി രാജാവായി ഇഹലോക രാജ്യങ്ങൾ നേടിടാതെ. കാൽവരി മേടതിൽ പാപിയെ നേടുവാൻ യാഗമായി തീർന്നിതോ രക്തവും ചിന്തിയെ. കാൽവരി മേടതിൽ പാപിയെ നേടുവാൻ യാഗമായി തീർന്നിതോ നിത്യമാം സ്നേഹം. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഉലകിലെൻ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. ഉലകിലെൻ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. എങ്കിലോ കാൽവരി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞു പോമിവയെല്ലാം മഞ്ഞുപോലെ. ആമേൻ. എങ്കിലോ കാൽവരി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞു പോമിവയെല്ലാം മഞ്ഞുപോലെ. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം.
മറന്നു പോകും. കൂട്ടുകാർ പിരിഞ്ഞിടും, സോദരർ കൈവിടും, മാതാപിതാക്കളും മറന്നു പോകും. മരണത്തിൻ കൂരിരുൾ താഴ്വര കഴിവോളം ഇരിയാതൻ കൂടവേ പാർത്തിടും താൻ. മരണത്തിൻ കൂരിരുൾ താഴ്വര കഴിവോളം ഇരിയാതൻ കൂടവേ പാർത്തിടും താൻ. നിത്യമാം സ്നേഹത്തിൻ നീളവും വീതിയും ആരാഞ്ഞിടാം. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഓ ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്ന് ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്ന് ശുദ്ധരോടൊത്തു വസിപ്പതിനായി. പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യാവകാശമല്ലേ. പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യാവകാശമല്ലേ. ഈ ഭൂവിൽ മാത്രമോ നിത്യയുഗങ്ങളിലും എൻ പ്രേമകാന്തനായി നീ വന്നിടുമേ. ഈ ഭൂവിൽ മാത്രമോ നിത്യയുഗങ്ങളിലും എൻ പ്രേമകാന്തനായി നീ വന്നിടുമേ. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഓ നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്ന് ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്ന് ഉലകിലെന്നരികിലായി, ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. യെസ്, ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. എങ്കിലോ കാൽവരി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞുപോം ഇവയെല്ലാം മഞ്ഞുപോലെ. എങ്കിലോ കാൽവരി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞുപോം ഇവയെല്ലാം മഞ്ഞുപോലെ. ശക്തിയോടെ നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്ന് ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്ന് ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്ന് ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഓ ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്ന് ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്ന കർത്താവേ, അങ്ങേ പാടി സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, ആരാധനയ്ക്ക് യോഗ്യനായവനെ പാടി വണങ്ങുവാൻ കർത്താവെ ഞങ്ങൾക്ക് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു കാലത്ത് ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയോട് ചേർന്ന് വരുവാൻ കഴിയാത്ത നിലയിൽ യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന ഞങ്ങളെ ഹല്ലേലൂയ ഹല്ലേലൂയ വെളിമ്പറമ്പിൽ കടന്നിരുന്നതായ, ഒരു കണ്ണിനും ദയ തോന്നാത്തതായ അവസ്ഥയിലായിരുന്ന, ഇസ്രായേൽ പൗരതയോട് യാതൊരു സംബന്ധവുമില്ലാതെ
അക്കാലത്ത് നിങ്ങൾ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്ന ഒരവസ്ഥ ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങൾ അറിയുന്ന കർത്താവേ. അതിൽ നിന്നൊക്കെ കർത്താവെ നീ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു. അവിടുത്തെ പുത്രൻ്റെ രക്തത്താൽ നീ ഞങ്ങളെ വീണ്ടെടുത്തു, നിന്റെ മക്കളാക്കി അവിടുത്തെ അവകാശികളാക്കി തീർത്തിരിക്കാൻ ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലത്തെയും തന്നോട് നിരപ്പിപ്പാൻ കർത്താവെ അങ്ങേക്ക് തൻ്റെ പുത്രനിലൂടെ ഞങ്ങളോട് പ്രസാദം തോന്നിയതോർത്ത് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. മുമ്പേ ദുഷ്പ്രവർത്തിക്കാരായിരുന്ന ഞങ്ങൾ യാതൊരു വിധത്തിലും ഈ മഹാഭാഗ്യം കർത്താവെ, ഈ നിത്യ സ്വർഗീയ ഹല്ലേലൂയ കർത്താവെ വിളിക്ക് ഓഹരിക്കാരാ അല്ലാതിരുന്ന് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ മക്കളാക്കി തീർത്തിരിക്കുക. കർത്താവെ, ഈ വലിയ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു യോഗ്യതയുമില്ലായിരുന്നു കർത്താവെ. ഹല്ലേലൂയ, എന്ത് കണ്ടു കർത്താവെ, സ്തോത്രം. അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് തന്ന ആ വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ ഇതിനെ വാഴ്ത്തുന്നു. നിത്യമാം സ്നേഹത്തിൻ ആഴം ഉയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. പിതാവേ സ്തോത്രം. ഞങ്ങൾ എത്ര ഹല്ലേലൂയ എത്ര പാടി സ്തുതിച്ചാലും മതി വരാതെ വണ്ണം കർത്താവ് ഞങ്ങളെ നിത്യമായി വീണ്ടെടുത്തിരിക്കുകയാൽ ആ സ്നേഹമോർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടു കൂടി ആയിരിക്കുന്നു. വീണ്ടും ഞങ്ങളോട് ഇടപെടുമാറാകണം. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ മൺപൊടികളായ അടിയങ്ങളെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ മേൽ കർത്താവെ അവിടുത്തെ ശക്തി പകരപ്പെടുമാറാകണം. പരിശുദ്ധ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ച് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ താഴ്ന്ന് കർത്താവ് വീണ്ടും കർത്താവിനെ പാടി സ്തുതിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വന്ദനമേ യേശു രക്ഷകനൻ നായകനെ എന്നുള്ള പാട്ട് നമുക്ക് വീണ്ടും ചേർന്ന് പാടാം. ഹല്ലേലൂയ, ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. വന്ദനമേ യേശു രക്ഷകനൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. വന്ദനമേ യേശു രക്ഷകനൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. നിന്നനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ, നിന്നനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ. നിന്നോടെ വന്ദനം എന്നുമെൻ ഗാനമാ, നിന്നോടെ വന്ദനം എന്നുമെൻ ഗാനമാ. കാൽവരി ദർശനം കാണുന്നെൻ മുൻപിലായി, കാൽവരി ദർശനം കാണുന്നെൻ മുൻപിലായി. അൻപിനാലുള്ളവും കണ്ണും നിറയുന്നേ, അൻപിനാലുള്ളവും കണ്ണും നിറയുന്നേ. വന്ദനമേ യേശു രക്ഷകനൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. പൊന്നു മഹേശ്വരേ നിന്നോടെ കാരുണ്യം, പൊന്നു മഹേശ്വരേ നിന്നോടെ കാരുണ്യം. സന്തതമോർത്തുക നന്ദിയാൽ പാടുമേ, സന്തതമോർത്തുക നന്ദിയാൽ പാടുമേ. പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ, പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ. നീതിമാനാകുവാൻ ശാപമായി തീർന്നോനേ, നീതിമാനാകുവാൻ ശാപമായി തീർന്നോനേ. വന്ദനമേ യേശു രക്ഷകനൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. പരമാനന്ദപ്രദം
വന്ദനമേ യേശു രക്ഷകൻ നായകനേ വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും വന്ദനമേ വന്ദനമേ യേശു രക്ഷകൻ നായകനേ വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും 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 യോഗ്യനേ ഓ വന്ദനത്തിനെന്നും യോഗ്യനേ. കരുണാമയനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവേ, കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു. കാൽവറിയിലൂടെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ആ സ്വർഗീയ സൗഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് വിളിക്കുവാൻ പോലും യോഗ്യതയില്ലാതിരുന്ന ഒരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങൾ അറിയുന്ന കർത്താവേ. എങ്കിലും നീ ഞങ്ങളെ സ്നേഹിച്ചു. അവിടുത്തെ സ്നേഹത്താൽ നീ ഞങ്ങളെ വീണ്ടെടുത്തു, നിൻ്റെ മക്കളാക്കി, അവിടുത്തെ അവകാശികളാക്കി തീർത്തിരിക്കാൻ നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങളൊക്കെ പാടി സ്തുതിച്ച് ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം, ഹല്ലേലൂയ, ഞങ്ങളുടെ ആത്മീക നിലവാരം അറിയുന്ന ദൈവം, ഞങ്ങളുടെ ഉള്ളങ്ങളെ കർത്താവേ സ്തോത്രം ആത്മീക ശക്തിയാൽ നിറച്ച് ഈ ഒരു വർഷം മുഴുവനും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൃപ കൂടെ ഇരുന്നായിട്ട് ഒന്നിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ വീണ്ടും ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കൊന്നിച്ച് പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ബൈബിൾ റീഡിങ്ങിനായിട്ട് നാം ഒരുങ്ങുകയാണ്. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാവരും കരങ്ങളിൽ ബൈബിൾ എടുക്കുകയും വായിക്കുന്ന ഭാഗം ചേർന്ന് മനസ്സിൽ ധ്യാനിക്കുകയും ചെയ്തായിട്ട് ബ്രദർ ആശിഷ് തോമസ് മുന്നോട്ട് കടന്നു വരികയും ബൈബിൾ റീഡിങ്ങിൽ നമ്മെ സഹായിക്കുകയും ചെയ്യും. ബൈബിൾ റീഡിംഗ് ബ്രദർ ആശിഷ് തോമസ്. Praise the Lord. Acts chapter 20 verses 1 to 19. And after the uproar was ceased, Paul called unto him the disciples, and embraced them, and departed for to go into Macedonia. And when he had gone over those parts, and had given them much exhortation, he came into Greece, and there abode 3 months. And when the Jews laid wait for him, as he was about to sail into Syria, he purposed to return through Macedonia. And there accompanied him into Asia Sopater of Berea, and of the Thessalonians, Aristarchus and Secundus, and Gaius of Derbe, and Timotheus, and of Asia, Tychicus and Trophimus. These going before tarried for us at Troas. And we sailed away from Philippi after the days of unleavened bread, and came unto them to Troas in 5 days, where we abode 7 days. And upon the first day of the week, when the disciples came together to break bread, Paul preached unto them, ready to depart on the morrow, and continued his speech until midnight. And there were many lights in the upper chamber, where they were gathered together. And there sat in a window a certain young man named Eutychus, being fallen into a deep sleep. And as Paul was long preaching, he sunk down with sleep, and fell down from the 3rd loft, and was taken up dead. And Paul went down and fell on him, and embracing him said, Trouble not yourselves, for his life is in him. When he therefore was come up again, and had broken bread and eaten, and talked a long while, even till break of day, so he departed. And they brought the young man alive, and were not a little comforted. And we went before to ship, and sailed unto Assos, there intending to take in Paul, for so had he appointed, minding himself to go afoot. And when he met with us at Assos, we took him in, and came to Mytilene. And we sailed thence, and came the next day over against Chios. And the next day we arrived at Samos, and tarried at Trogyllium. And the next day we came to Miletus. For Paul had determined to sail by Ephesus, because he would not spend the time in Asia, for he hasted, if it were possible for him, to be at Jerusalem the day of Pentecost. And from Miletus he sent to Ephesus, and called the elders of the church. And when they were come to him, he said unto them, Ye know from the first day that I came into Asia, after what manner I have been with you at all seasons,
serving the Lord with all humility of mind and with many tears and temptations which befell me by the lying in wait of the Jews. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ വായിച്ചു കേട്ട ആ വേദ ഭാഗത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. വായിച്ചു കേട്ട ആ വേദഭാഗത്തിൽ നിന്ന് ഒരു പ്രബോധനത്തിലേക്ക് നമുക്ക് കടക്കുവാനായിട്ട് കഴിയുന്നില്ല. എങ്കിലും ആ ദൈവവചനം നമ്മുടെ ഉള്ളങ്ങളോട് ഇടപെടുവാനും അത് നമുക്ക് അനുഗ്രഹമായി ഒരാഴ്ചവട്ട കാലം മുഴുവനും നമ്മുടെ കാലുകൾക്ക് ദീപമായി പാതയ്ക്ക് പ്രകാശമായി ദൈവം നമ്മളെ നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. സ്ഥിരമായി യൂഷ്വലായി നാം ചെയ്യുന്ന 5 വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ആ 5 വിഷയങ്ങളെയും ഓരോന്നോരോന്നായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ പറയുമ്പോൾ എല്ലാവരും സ്തോത്രം ചെയ്ത് ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്. കഴിഞ്ഞ നാളുകളിൽ നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളിലും കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ, നാം വിചാരിച്ചതിലും നനച്ചതിലും അത്യന്തപരമായിട്ട് ദൈവിക നന്മകൾ അനുഭവിപ്പാൻ കർത്താവ് സഹായിച്ചു. വീണ്ടും ആ വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പ്രാരംഭമായിട്ട് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച ആ രക്ഷണ്യ പ്രവൃത്തിയെ നാം ഏറ്റെടുത്ത് ലോകമെമ്പാടും അറിയിക്കുവാനായിട്ട് ആ സ്വർഗീയ ദൗത്യവുമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. അഭിഷേകത്തോട്, അധികാരത്തോട്, ദൈവിക വചനവുമായിട്ട് നിൽക്കുവാൻ, അനേകർക്ക് ക്രൂശിൻ്റെ സാക്ഷ്യമായി നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദൗത്യം ഏറ്റെടുത്ത് ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മറ്റ് പോഷക സംഘടനകൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് മിനിസ്ട്രീസിലൂടെ നടക്കുന്ന എല്ലാ യൂട്യൂബ് മിനിസ്ട്രികൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ദ ഗേറ്റ് ചർച്ചിനായിട്ട്, സ്കൂൾ ഓഫ് ടൈറനസ് എന്ന സാറ്റർഡേ ബൈബിൾ ക്ലാസ്സിനായിട്ട്, അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഗ്രേസ് മാസ്റ്റർ ക്ലാസ്സിനായിട്ട്, അതായത് ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിനായിട്ട് ഒക്കെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദ ഗേറ്റ് ടി വിക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദ ഗേറ്റ് ഹിന്ദി സെഷനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അനേകർ കർത്താവിനെ അറിയുവാൻ, ഈ കാലഘട്ടങ്ങളിൽ ക്രൂശിൻ്റെ മഹത്വം അനേകർ മനസ്സിലാക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരാത്മാവിൻ്റെ വില ഈ ഉലകത്തിൻ്റെ മുഴുവൻ വിലയേക്കാൾ വലുതാണ്. ഹല്ലേലൂയ. അതിനായിട്ട് അനേകരോട് ഈ സത്യം അറിയിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കേണ്ടതിനായിട്ട്, ദൈവിക കൃപ ലഭിച്ചവരായി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അതൊക്കെ ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ട്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലോക്കൽ ചർച്ചുകളായിട്ട് 2024 കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷാൽ അടുത്ത ആഴ്ചയിൽ നാം കോട്ടയത്ത് ദ ഗേറ്റ് ചർച്ച് പ്രാർത്ഥിച്ച് സമർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ, ആയിരങ്ങൾ ഈ സത്യസുവിശേഷം കോട്ടയത്ത് അറിയുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട്, അവിടുത്തെ ശുശ്രൂഷകളെല്ലാം വളരെ അനുഗ്രഹമായി നടക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ആരാധന ഇന്ന് പകലിൽ നടക്കുന്നു. അതൊക്കെ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കുന്നതിനാൽ, അതുപോലെ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കൂടാതെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന അനേക സഹോദരി സഹോദരങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ട്. രോഗങ്ങൾ, പ്രയാസങ്ങൾ, ആത്മീകമായി, ഭൗതികമായി, ജഡികമായി, ശാരീരികമായി ഒക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കർത്താവ് അവരെ വിടുവിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹങ്ങൾ കൊടുത്തവർ പ്രാർത്ഥനയ്ക്കായിട്ട് നന്ദി വാചകങ്ങളായിട്ട് അറിയിച്ചിരിക്കുന്നവരുണ്ട്. അവരെല്ലാം ദൈവം സഹായിക്കേണ്ടതിനായിട്ട്, ദൈവിക കരം അനുകൂലമായി കണ്ട് ഈ ശുശ്രൂഷയിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി നിൽക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി തീരുവാൻ ദൈവം നമ്മളോട് സംസാരിക്കേണ്ടതിനായിട്ട്, പരിശുദ്ധ ആത്മാവിനാൽ ദൈവിക ശബ്ദം നമ്മൾ കേൾക്കുവാൻ, നമുക്ക് പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരിശുദ്ധ ആത്മാവ് നമ്മളോട് ഇടപെടുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഈ പ്രാർത്ഥനയിൽ ഒന്നിച്ച് നമ്മളോടൊപ്പം ആയിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു തലയും സഭ ശരീരവുമായിട്ട്, ഈ ശരീരത്തിൻ്റെ പല അവയവങ്ങളായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പല ആവശ്യങ്ങളുമായിട്ട് അവർ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നവരുണ്ട്. നമ്മളോടത് പറയുവാനോ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിക്കുവാനായിട്ടോ കഴിഞ്ഞില്ലെങ്കിലും ഉള്ളങ്ങളെ, നമ്മുടെ മനസ്സുകളെ, നമ്മുടെ നിലവുകളെ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ ഉള്ളതുപോലെ കാണുന്ന ദൈവം, ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിനോട് സദൃശ്യമായ കാലുള്ളവനായ ദൈവം, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. സൗഖ്യവും സമാധാനവും വിടുതലും ഒക്കെ കർത്താവ് അയക്കേണ്ടതിനായിട്ടും ദൈവിക കരം അനുകൂലമായി കണ്ട് മഹത്വപ്പെടുത്തേണ്ടതിനായിട്ടും ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകളെ കർത്താവ് സഹായിക്കും. ആത്മീകമായി കർത്താവെ സാന്നിധ്യം അനുഭവിപ്പാനും കർത്താവിൻ്റെ ഇമ്പമേറിയ സ്വരം നമ്മൾ കേൾക്കുവാനും നമുക്ക് ചേർന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ചേർന്ന് നമുക്ക് ഈ വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം.
കരുണാസമ്പൂർണനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അദൃശ്യകരമായ കരം അതിൻ്റെ മേൽ വെച്ച് കർത്താവേ സ്തോത്രം, അവിടുന്ന് ഉത്തരമരുളേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട മറുപടി തന്ന ദൈവം കർത്താവെ, മേലാലും അനുഗ്രഹത്തോടെ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ വേണ്ടുന്ന എല്ലാ കൃപകളും ഞങ്ങളുടെ മേൽ പകരുന്നതിനാൽ ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഒക്കെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ ഒരിക്കൽ കൂടി തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് അവരെ വിടുവിക്കണം, സൗഖ്യമാക്കണം, സമാധാനം കർത്താവ് പകരണം. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവിനാൽ സകലവും നിയന്ത്രിച്ച് നയിക്കും. അങ്ങയുടെ നാമത്തിനും മഹത്വത്തിനും ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും കാരണമാക്കും. പ്രാർത്ഥന കേട്ടതിനാലും നന്ദി. ഞങ്ങൾക്കായ ജീവനെ വെടിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നിച്ച് എല്ലാവരും സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവം നമ്മളെ വീണ്ടും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നാം തിരുവചനത്തിൽ നിന്ന് ദൈവിക ആലോചന കേൾക്കുവാനായിട്ട് പോവുകയാണ്. ഒന്നിച്ചായിരിക്കുന്ന ഉത്സാഹത്തോടെ തിരുവചനത്തിൻ്റെ ധ്യാനത്തിനായിട്ട് ആയിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബ്രദർ ജിനീഷ് ജോണി നമ്മളോടൊപ്പമുണ്ട്. കർത്താവിൻ്റെ ദാസൻ പറവൂർ, എറണാകുളത്ത് പറവൂർ ദ ഗേറ്റ് ചർച്ചിൻ്റെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്നു. കർത്താവിൻ്റെ ദാസനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവം തനിക്ക് കൊടുത്തിരിക്കുന്ന ആത്മീയ കാഴ്ചപ്പാടുകൾക്കായിട്ടും തീക്ഷ്ണതയ്ക്കായിട്ടും അനേകരോട് ഈ സത്യസുവിശേഷം അറിയിക്കുവാൻ ദൈവം ഉള്ളത്തിൽ കൊടുത്തിരിക്കുന്ന വലിയ ആത്മഭാരത്തിനായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ കർത്താവിൻ്റെ ദാസൻ ശക്തനായിട്ട് വളരെ അനുഗ്രഹത്തോടെ ശുശ്രൂഷിച്ചുകൊണ്ടായിരിക്കുന്നു. ദൈവം വീണ്ടും ധാരാളമായിട്ട് സഹായിക്കട്ടെ. തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീക ആലോചനയും തൻ്റെ ജീവിത സാക്ഷ്യത്തിൽ നിന്നൊക്കെ നമ്മളോട് പങ്കിടുവാൻ കർത്താവിൻ്റെ ദാസനെ ഞാൻ ക്ഷണിക്കുന്നു. ബ്രദർ ജിനീഷ് ജോണി. നമുക്ക് പ്രാർത്ഥനയോട് ഒന്നിച്ചായിരിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സമയവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ സഭായോഗ മധ്യേ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനവുമായിട്ട് നിൽക്കുവാൻ ദൈവം എന്നെ ശക്തീകരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകാൽ ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടി ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്നൊരു വിഷയം, നാം ഗേറ്റ് മിനിസ്ട്രീസ് പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഇസ്രായേലിനെ ദൈവം തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഒരു വീഴ്ച സംഭവിച്ചു, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പദ്ധതിയായ വാഗ്ദത്ത പദ്ധതിയായ സ്വർഗരാജ്യം എന്ന പദ്ധതി അതല്പമായി ഹോൾഡ് ചെയ്യുവാനിടയായിത്തീർന്നു. മറിച്ച് അനാദികാലം മുതലേ മറഞ്ഞിരുന്നൊരു മാർമിക സത്യം പൗലോസ് എന്ന് പറയുന്നൊരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്ത് വെളിപ്പെടുത്തി കൊടുത്തു. അതിലൂടെ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സ്വർഗത്തെ വീണ്ടെടുക്കുന്ന, അതിൽ വസിക്കുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി ദൈവം കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. അതിനെ നാം വിഭജിച്ച് പഠിക്കണമെന്നും ബൈബിളിൽ കാണുന്ന രണ്ട് സുവിശേഷവും രണ്ട് പ്രത്യാശയും ദൈവത്തിൻ്റെ രണ്ട് പദ്ധതികളും ഉണ്ട് എന്നുള്ളത് ഗേറ്റ് മിനിസ്ട്രീസിലൂടെ നാം പഠിക്കുവാനും കേൾക്കുവാനും ഇടയായിത്തീർന്നു. വചനം പരിശോധിക്കുമ്പോൾ അത് അങ്ങനെ തന്നെയോ എന്ന് നാം ചിന്തിക്കുമ്പോൾ 100% ആ വചന സത്യങ്ങളോട് നീതി പുലർത്തിക്കൊണ്ടാണ് നാം ശുശ്രൂഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനായിട്ട് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ തോമസ് ജോർജ് സാറിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ. കേരളക്കരയിൽ നമ്മുടെ ബുദ്ധിക്ക് പ്രകാശമായി തീരുവാൻ ഒരിക്കൽ പൗലോസിനെ എടുത്തതുപോലെ പൗലോസ് പറഞ്ഞു, എന്നെ ജാതികളുടെ വെളിച്ചമായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ നാം ഓരോരുത്തരെയും നമുക്കും ഈ വെളിച്ചം, ഈ റൈറ്റ് ഡിവിഷൻ എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ദൈവവചന അടിസ്ഥാനത്തിലുള്ള ഈ ചിന്ത ഈ കേരളക്കരയിൽ പകർന്നു തന്നത് കർത്താവിൻ്റെ ദാസൻ തോമസ് ജോർജ് സാറാണ് എന്നുള്ളത് നമുക്കറിയാം. പണ്ടൊക്കെയും വചനം വായിക്കുമ്പോൾ വചനത്തിൽ പല വൈരുദ്ധ്യങ്ങൾ പോലെ ചില കാര്യങ്ങൾ കാണാമായിരുന്നു. എന്നാൽ അത് വൈരുദ്ധ്യമല്ല, അത് ദൈവത്തിൻ്റെ രണ്ട് പദ്ധതികളാണ്, രണ്ടിനും രണ്ട് മാർഗങ്ങളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ജനം, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം ഒക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം, അവിടെ ഇസ്രായേലിനെ പ്രത്യേകമായി ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ഇസ്രായേലിനോട് ദൈവം പറയുകയാണ്, നിങ്ങളെ ഞാൻ സകല ലോകരാഷ്ട്രങ്ങളിൽ നിന്നും നിങ്ങളെ എൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങളെനിക്ക് വിശുദ്ധ പുരോഹിത ഗണമാണ്. സകല ജാതികളിലും വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട ജനമായി നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇസ്രായേലിനെയും ജാതികളെയും ഒരു വേർപാടിൻ്റെ നടിച്ചുവർ കെട്ടിക്കൊണ്ട് ന്യായപ്രമാണമെന്ന ഒരു പ്രമാണവും അവർക്ക് കൊടുത്തുകൊണ്ട്
ജാതികൾക്ക് യഹൂദനുമായി ബന്ധം പുലർത്താൻ കഴിയാതെ, അല്ല, ബന്ധം പുലർത്തുവാൻ ആവശ്യമെങ്കിൽ യഹൂദനായിരിക്കുന്ന ഒരു മനുഷ്യനെ പോലെ തന്നെ ന്യായപ്രമാണവും പരിച്ഛേദനയും ഒക്കെയും ചെയ്ത് ന്യായപ്രമാണ അനുസരിച്ച് ഒരു ജാതിയന് വേണമെങ്കിൽ ഇസ്രായേലിൻ്റെ ദൈവത്തെ ആരാധിക്കുവാനും ഇസ്രായേലിൻ്റെ പദ്ധതിയിൽ അംഗത്വം ലഭിക്കുവാനും അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന മണവാട്ടി സഭയിലെ അംഗത്വം ലഭിക്കുവാനൊക്കെയും ജാതികൾക്ക് കഴിയുമായിരുന്നു. ഒരു യഹൂദ മതാനുസാരിയാകണമായിരുന്നു. ഒരു യഹൂദൻ എങ്ങനെയാണോ ന്യായപ്രമാണം ഫോളോ ചെയ്ത് പോകുന്നത്, അതുപോലെ ഒരു ജാതീയനും പരിച്ഛേദനത്താൽ ന്യായപ്രമാണ അനുസരണത്താൽ അങ്ങനെ യഹൂദൻ്റെ ദൈവമാണ് സത്യദൈവമെന്ന് തിരിച്ചറിഞ്ഞ് അവരോട് ചേരുന്നവർക്ക് അങ്ങനെ ദൈവം ഒരു അവസരം കൊടുത്തിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവജനമെന്ന് പറയുന്ന ഇസ്രായേൽ തന്നെ വീണു പോകുവാനിടയായിത്തീർന്നു. നാം ഇന്ന് ചിന്തിക്കുന്നത് ഇസ്രായേൽ എപ്പോഴാണ് വീണത്? ഒരു ദിവസം സൂര്യൻ ഉദിച്ചപ്പോൾ ഇസ്രായേൽ ഒരൊറ്റ ദിവസം കൊണ്ടങ്ങോട്ട് വീണു എന്നാണോ നാം പഠിപ്പിക്കുന്നത്? ഒരിക്കലുമല്ല. ഇസ്രായേലിൻ്റെ വീഴ്ചയും സംഭവിച്ചത് പടിപടിയായിട്ടാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമുക്കതെല്ലാം വചനാടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാം പരിശോധിച്ച് നോക്കുവിൻ, എല്ലാം ശോധന ചെയ്യുവിൻ, നല്ലതിനെ മുറുകെ പിടിപ്പിൻ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പടിപടിയായി വീണു. അതിനുശേഷം അനാദികാലം മുതലേ, അനാദി എന്ന് പറഞ്ഞാൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ആദി ഒരു ആരംഭമായി തുടങ്ങി. എന്നാൽ ഈ ആദിക്ക് മുൻപുള്ള ഒരു കാലഘട്ടമുണ്ട്, അതിനെയാണ് അനാദി എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ദൈവം തീരുമാനിച്ച, ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് ശരീരമാകുന്ന സഭ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. ഈ സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ യഹൂദനെന്നോ ജാതിയെന്നോ യവനനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ചെറിയവനെന്നോ വലിയവനെന്നോ ഒരു വ്യത്യാസവുമില്ല. ഇന്ന് എല്ലാവരും ദൈവത്തിന് മുൻപാകെ ഒരുപോലെ ഇരിക്കുന്നു, ഒരേറ്റക്കുറച്ചിലുമില്ല. യഹൂദനെ പ്രത്യേകമായ ഒരു ജാതിയായി ദൈവം മാറ്റിവെച്ചിരുന്നു മുൻകാലത്ത്. എന്നാൽ ഇന്ന് കൃപായുഗത്തിൽ ദൈവത്തിൻ്റെ മുൻപിൽ ഒരു മുഖപക്ഷവുമില്ല. ദൈവത്തിൻ്റെ മുൻപിൽ രക്ഷിക്കപ്പെടുവാൻ ദൈവം ഒറ്റ മാർഗമാണ് വെച്ചിരിക്കുന്നത്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെയുള്ള സൗജന്യ രക്ഷയാണ്. ഹല്ലേലൂയ. എന്നാൽ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെ നമുക്കൊന്ന് വായിക്കാം. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. ഞാനും ഇസ്രായേലിനല്ലോ, അബ്രഹാമിൻ്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിൻ്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവെ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവൻ അരുളപ്പാടുണ്ടായതെന്ത്? ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ച് കേട്ട റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ചിന്തിച്ച് നിർത്തിയതിൻ്റെ ഒരു വചനത്തെളിവാണ് ഞാൻ ഇവിടെ വായിച്ച് കേൾപ്പിക്കുവാൻ ഇടയായിത്തീർന്നത്. നമ്മുടെ പ്രിയ സഹോദരൻ അജിത് ബ്രദർ വളരെ നന്നായി ദൈവവചന വായനയിൽ നമ്മെ സഹായിക്കുന്നുണ്ട്. ദൈവമായ കർത്താവിൻ്റെ ദാസനെ വളരെ ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ചിന്തിച്ചു, ഇസ്രായേൽ എന്ന് പറയുന്ന സ്വന്തം ജനത്തെ ദൈവം എന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ കൈവിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അല്പമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാനിടയായിത്തീരുന്നു. അപ്പോൾ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും, അങ്ങനെയെങ്കിൽ തൻ്റെ ജനത്തെ, തൻ്റെ വാഗ്ദത്തത്തെ, അബ്രാഹത്തിൻ്റെ സന്തതികളെ ദൈവം കൈവിട്ട് കളഞ്ഞുവോ? ജാതികളിലേക്ക് ദൈവം രക്ഷ കൊടുത്തപ്പോൾ സ്വന്തം ജനമായി ഇസ്രായേലിൻ്റെ ദൈവം എന്നേക്കുമായി കൈവിട്ട് കളഞ്ഞുവോ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായി ഉയരാം. ആ ചോദ്യം പരിശുദ്ധാത്മാവിൽ പൗലോസിൻ്റെ ഹൃദയത്തിൽ തന്നെ ഉയരുവാനിടയായിത്തീർന്നു. അങ്ങനെ അതിനൊരു മറുപടിയായി ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തി വെച്ചു. ഇവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞുവോ? ഒരിക്കലുമില്ല. ഞാനും ഇസ്രായേലിനല്ലോ. പൗലോസ് പറയാണ്, സ്വന്തം ജനത്തെ ഇന്നുവരെയും ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. എങ്ങനെ? ഇസ്രായേൽ എന്ന ജാതി രാഷ്ട്രമായ രീതിയിൽ ദൈവം അല്പമായ അവരുടെ പദ്ധതിയെ ഹോൾഡ് ചെയ്തുവെങ്കിലും ഇസ്രായേൽ എന്ന് പറയുന്ന പ്രത്യേക പദവിയോടുകൂടിയുള്ള അവരുടെ ഇടപാടുകൾക്ക് ദൈവം അറുതി വരുത്തിയെങ്കിലും, അല്ലെങ്കിൽ അറുതി എന്നല്ല, അല്പമായിട്ട് അതിനെ പിടിച്ചു വെച്ചു എങ്കിലും
ഇവിടെ കൃപായുഗം തുറന്നപ്പോൾ അത് ജാതികൾക്ക് വേണ്ടിയുള്ള ഒരു രക്ഷാകാലമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് യഹൂദനും അതിലേക്ക് രക്ഷയ്ക്കായി വരാം. അതെങ്ങനെയാണ്? ന്യായപ്രമാണത്താലുള്ള നീതിയാലല്ല, ന്യായപ്രമാണം ഫോളോ ചെയ്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പറഞ്ഞു കൊടുത്ത ചില ഉപദേശങ്ങൾ അത് കേട്ടനുസരിച്ചത് കൊണ്ടല്ല, വിറ്റ് ദരിദ്രർക്ക് കൊടുത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ വിരുന്ന് കഴിക്കുമ്പോൾ സമ്പന്നരെ വിളിക്കാതെ ദരിദ്രരെ വിളിച്ചത് കൊണ്ടല്ല. കർത്താവിൻ്റെ ഉപദേശം ഒക്കെ നമുക്കറിയാം, അത്ര കട്ടിയുള്ള ഉപദേശങ്ങളാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ നിക്ഷേപങ്ങൾ സ്വരൂപിക്കരുത് എന്നൊക്കെയും കർത്താവ് പറയാനിടയായിത്തീർന്നു. എന്നാൽ ഈ ഉപദേശമൊന്നും കേട്ടിട്ടല്ല കൃപായുഗത്തിൽ നമുക്ക് രക്ഷ വന്നത്. ഒരു പ്രവൃത്തിയും കൂടാതെ സൗജന്യമായ രക്ഷ നമുക്ക് എങ്ങനെയാണോ ലഭിക്കുന്നത്. ഞാനെന്ന മനുഷ്യൻ കേരളത്തിൽ താമസിക്കുകയാണ്. എൻ്റെ വീട് അങ്കമാലിക്കടുത്ത് ചെട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ സ്ഥലത്ത് ഞാൻ ഇരിക്കുമ്പോൾ ദൈവവചനം വായിക്കുമ്പോൾ ഈ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന കൃപയാലുള്ള രക്ഷ എനിക്ക് സൗജന്യമായിട്ടാണ് കിട്ടുന്നത്. എങ്ങനെയാണ്? യേശുക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റു. അതിലെ ആഴമായ വിശ്വാസത്താൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ സ്നാനപ്പെടുത്തി, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ മുദ്രയടിക്കപ്പെട്ട് കർത്താവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ നാളിൽ വരെ എന്ന് പറഞ്ഞാൽ കർത്താവ് മധ്യാകാശത്തിൽ വരുന്നത് വരെ നമ്മെ സുരക്ഷിതരായി നിർത്തുന്ന, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്ന ആ രക്ഷണ്യ പദ്ധതിയിലേക്ക് നാം എന്നും സ്വർഗത്തിൽ കർത്താവിനോട് കൂടി ആയിരിക്കുമെന്ന് പറയുന്ന ആ പ്രത്യാശയിലേക്ക് ഞാൻ എങ്ങനെ കടന്നു വന്നോ ഇതേപോലെ തന്നെയാണ് ഇന്ന് ഒരു യഹൂദൻ രക്ഷയിലേക്ക് കടന്നു വരണമെങ്കിൽ ചെയ്യേണ്ട കാര്യം. പ്രൈസ് ദി ലോർഡ്. ഞാനും ഒരു യഹൂദനും ഇന്ന് ഒരേ തട്ടിലാണ്. ജാതീയനായ നമ്മളും ഇസ്രായേലായ ആ യഹൂദ കുലമഹിമയുള്ള ജാതിയും ഇന്ന് ദൈവത്തിൻ്റെ മുൻപിൽ ഒരേപോലെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സ്വന്തം ജനത്തെ ദൈവം തള്ളിക്കളഞ്ഞുവോ, ഇനി അവർക്ക് രക്ഷയില്ലേ? ജാതികൾക്ക് രക്ഷ ദൈവം കൊടുത്തപ്പോൾ സ്വന്തം ജനത്തിൻ്റെ രക്ഷ ഇല്ലാതായിപ്പോയോ? എന്നിട്ട് പറയുകയാണ്, ഒരിക്കലുമില്ല, ഞാൻ തന്നെ ഒരു ഇസ്രായേൽക്കാരനാണ്. പൗലോസ് പറയുകയാണ്, ഇസ്രായേലിന് ദൈവം പരിപൂർണമായും വെട്ടിക്കളഞ്ഞിട്ടില്ല, അവർക്ക് രക്ഷപ്പെടാം. ഏതർത്ഥത്തിൽ? പൗലോസ് രക്ഷിക്കപ്പെട്ടതുപോലെ കൃപയാലുള്ള രക്ഷയിലേക്ക് ഇസ്രായേൽ ജനത്തിനും കടന്നു വരാം എന്നാണ് പൗലോസോട് പറയുന്നത്. തന്നെയുമല്ല, ഏലിയാവിൻ്റെ ചരിത്രം ഓർപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഏലിയാവിൻ്റെ കാലത്ത് നമുക്കറിയാം, ഏലിയാവ് ദൈവത്തോട് പറയുകയാണ്, ഇസ്രായേലിന് വിരോധമായി പറയുകയാണ്, കർത്താവേ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്ന് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുവൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ഏലിയാവ് പറയുകയാണ്, ദൈവസന്നിധിയിൽ പോയി പറയുകയാണ്, ഇസ്രായേൽ മുഴുവനും വീണുപോയിരിക്കുന്നു, ഞാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണ്, ദൈവം എന്താണ് പറഞ്ഞത് എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവൻ അരുളപ്പാടുണ്ടായതെന്ത്? ബാലിന് മുൻപിൽ മുട്ടുകൊടുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആ കാലയളവിലും ദൈവത്തിൽ നിന്ന് മാറിപ്പോയ ഒരു ശേഷിപ്പിനെ ദൈവം എന്ത് ചെയ്തു? അത് അന്യദൈവത്തിലേക്ക് പോകാതെ സത്യദൈവത്തെ ആരാധിക്കുന്നവരായി നിർത്തുവാൻ ദൈവം കൃപ ചെയ്തു എന്നുള്ളത് ഏലിയാവോട് പറയുകയാണ്. എന്നിട്ട് പൗലോസ് പറയുകയാണ് എന്ന് തന്നെ, അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. ഇവിടെ പറയുകയാണ്, അങ്ങനെ ഈ കാലഘട്ടത്തിലും ഒരു ശേഷിപ്പ് ആർക്കുണ്ട്? യഹൂദനുണ്ട്. എങ്ങനെയാണ് ആ കാലഘട്ടത്തിലെ ശേഷിപ്പിരുന്നത് പോലെ തന്നെ ഈ കാലഘട്ടത്തിലും ഒരു ശേഷിപ്പ് രക്ഷിക്കപ്പെടുന്നത്? പൗലോസ് പറയുകയാണ്, താൻ രക്ഷിക്കപ്പെട്ടതുപോലെ, ഒരു ജാതിയൻ രക്ഷിക്കപ്പെടുന്നത് പോലെ, ഇന്ന് കൃപയുടെ സുവിശേഷം അനുസരിച്ച് ആരൊക്കെ രക്ഷിക്കപ്പെടുന്നുവോ അതേപോലെ തന്നെ ഒരു ശേഷിപ്പിനെ ദൈവം ഈ കൃപായുഗത്തിലും സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടത്തിലെ അംഗങ്ങളാക്കി തീർക്കുന്നു. അതിനെയാണ് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയിൽ ഒരുപക്ഷെ ഞാൻ ഏകദേശ കണക്ക് പറയുന്നതാണ്, 95% യഹൂദനായിരിക്കുമ്പോൾ ഒരു 5% ജാതികളായിട്ടുള്ളവർ കടന്നു വന്നിരുന്നത്. എന്നാൽ ഇന്ന് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം അവരെ അല്പമായി വെട്ടിക്കളഞ്ഞപ്പോൾ ഇന്ന് സംഭവിക്കുന്ന കാര്യം എന്താണ്? ഇന്ന് ജാതികളായ 95% പേര് രക്ഷിക്കപ്പെട്ടു വരുമ്പോൾ ഒരു 5% വിരലിലെണ്ണാവുന്നവരാണ് രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേരുന്നത്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് ചേരുന്നത്. കാരണം എന്തെന്നറിയാമോ? ഇന്ന് ഇസ്രായേലിനെക്കുറിച്ച് നമ്മുടെ സുഹൃത്തുക്കളൊക്കെയും പലരും ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരോടൊക്കെയും ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിനെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു കാഴ്ചപ്പാടുമില്ലാതിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെക്കുറിച്ച് അറിയാൻ പറ്റും. യേശുവാണ് നിങ്ങളുടെ മശിഹയെന്ന് അവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുത്താൽ പോലും അവർ അംഗീകരിക്കുകയില്ല, അവർ വിശ്വസിക്കുകയില്ല. കാരണം എന്താണെന്നറിയാമോ? റോമാലേഖനം 11:25 സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു.
ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. ഇവിടെ പറയുന്നൊരു വാക്ക് കേട്ടോ, ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. പാർഷ്യൽ ബ്ലൈൻഡ്നെസ് ഇസ്രായേലിന് ബാധിച്ചിരിക്കുന്നു. ഭാഗികമായ തിമിരം അവർക്ക് കാണുവാൻ കഴിയുന്നില്ല. അവരുടെ ദൈവപുത്രൻ അവരുടെ മശിഹയായി അവരുടെ മുൻപിൽ നിന്നപ്പോൾ അവർക്ക് ഈ ക്രിസ്തുവിനെ കണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവർക്ക് അന്ധത വന്നുപോയി, തിമിരം വന്നുപോയി എന്ന് പൗലോസ് പറയുകയാണ്. ആ ഒരു കാരണത്താലാണ് ഇന്നും ഇസ്രായേലിൽ അവർക്ക് യേശുവിനെ മശിഹയായിട്ട് അംഗീകരിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. ഒരുവൻ സ്വന്തം നാമത്തിൽ വരും, അവനെ നിങ്ങൾ സ്വീകരിക്കും. എതിർ ക്രിസ്തുവിനെ അവർ യേശു മശിഹ എന്ന് കരുതി അവർ സ്വീകരിക്കും. എന്നാൽ അവരുടെ കണ്ണുകളെ തുറക്കുന്നൊരു കാലമുണ്ട്. അതെന്താണ്? ജാതികളുടെ സംഖ്യ പൂർണ്ണമാകണം എന്ന് പറഞ്ഞാൽ, ജാതികൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ കൃപയുടെ സുവിശേഷത്തിൻ്റെ ഈ കാലയളവ് കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടെ ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും നാം മരിച്ചവർ രൂപാന്തരപ്പെടുകയും ജീവനോടിരിക്കുന്നവർ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്ന നാം അവരോടൊപ്പം രൂപാന്തരപ്പെട്ട് വാനമേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അതിനെ റാപ്ചർ എന്ന് പറയും, അല്ലെങ്കിൽ ഉൽപ്രാപണം എന്ന് പറയും, കർത്താവിൻ്റെ മധ്യാകാശ വരവ് എന്ന് പറയും, നമ്മുടെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറയും. നാം എന്നും നിത്യം സ്വർഗത്തിലായിരിക്കും എന്നുള്ള ആ ഒരു പ്രത്യാശ, അത് എന്ന് സംഭവിക്കുന്നുവോ, ഇന്ന് ഈ പ്രസംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് സംഭവിച്ചു കഴിഞ്ഞാൽ താമസിയാതെ തന്നെ ഈ ഇസ്രായേലിൻ്റെ അന്ധത മാറ്റേണ്ടതിന് ദൈവം എന്ത് ചെയ്യും? 7 വർഷത്തെ അവർക്ക് വെച്ചിട്ടുള്ള ഒരു മഹാപീഡനത്തിലേക്ക് അവരെ കൊണ്ടുപോകും. കർത്താവ് പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ ജലത്താൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ അവർക്കൊരു അഗ്നി കൊണ്ടുള്ളൊരു സ്നാനം കൂടി ആവശ്യമാണ്. കാരണം എന്താ? ജലത്തിൽ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെടാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഒരു അഗ്നിശോധനയുടെ അനുഭവത്തിലൂടെ അവരെ കടത്തിവിട്ടുകൊണ്ട് അവർക്ക് അഗ്നിസ്നാനത്തിലൂടെയാണ് ഇനി ആ 7 വർഷത്തെ യാക്കോബിൻ്റെ മഹാകഷ്ടം എന്ന് പറയുന്ന ആ കാലയളവിലൂടെയാണ് ഇസ്രായേലിന് ദൈവം രക്ഷ വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് റോമാലേഖനം 11:25 വാക്യത്തിൽ പറഞ്ഞതുപോലെ ജാതികളുടെ സംഖ്യ പൂർണ്ണമാകണം, അല്ലെങ്കിൽ ജാതികൾക്ക് അനുവദിച്ചിട്ടുള്ള ആ സമയം പൂർണ്ണമാകണം. നമുക്കറിയാം, ഇസ്രായേലിന് അബ്രാഹമിനെ വിളിച്ചു വേർതിരിക്കുന്നത് മുതൽ അവരെ ദൈവം കൈവിടുന്നത് വരെ ഏകദേശം 2000 വർഷം അവർക്ക് അനുവദിച്ചു. BC 2000 മുതൽ AD 30 വരെയുള്ള 2000 വർഷത്തെ ആ ഒരു ചരിത്രമെടുത്തു കഴിഞ്ഞാൽ, അബ്രാഹം മുതൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം അല്പം കാലം കൂടി മുന്നോട്ട് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം കാര്യങ്ങളെ ക്രമീകരിച്ചു. എന്നാൽ അവർ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും തള്ളിക്കളഞ്ഞതുകൊണ്ട് ദൈവം അവർക്ക് അവരുടെ പദ്ധതിക്ക് അല്പമായിട്ടുള്ള ആ നിർത്തൽ ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ അനാദികാലം മുതലേ മറഞ്ഞിരുന്നത്, ദൈവത്തിൽ മറഞ്ഞിരുന്ന സത്യത്താൽ, ആ കൃപയുടെ സുവിശേഷത്താലാണ് ഇന്ന് നമുക്ക് രക്ഷ കൈവന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണോ രക്ഷ കൈവരുന്നത്, അതേപോലെ തന്നെയാണ് ഇന്ന് ഒരു യഹൂദന് രക്ഷപ്പെടാൻ മാർഗമുള്ളൂ. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് യഹൂദൻ്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഉൽപ്രാവണ ശേഷം വീണ്ടും ദൈവം ഇസ്രായേലിലേക്ക് വരും. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. കണ്ടോ, യേശു ക്രിസ്തു അവരുടെ അഭക്തിയെ മാറ്റിക്കളയും. പ്രൈസ് ദി ലോർഡ്. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. കണ്ടോ, ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഒരു പുതിയ നിയമം അവരോട് ചെയ്യും. കർത്താവ് അവരുടെ അഭക്തിയെ മാറ്റും. ഇന്ന് അവർ അഭക്തരാണ്, ഹൃദയ കാഠിന്യമുള്ളവരാണ് എന്ന് നമുക്ക് വചനത്തെ അടിസ്ഥാനമാക്കി നമുക്ക് കാണുവാൻ കഴിയും. റോമാലേഖനം 11 വാക്യം നമുക്കൊന്ന് വായിക്കാം. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പിനല്ലാതെ എന്താവും? അവിടെ പറയുന്ന ചില വാക്കുകളെ ഒന്ന് പരിശോധിക്കാം. അവരുടെ ഭ്രംശം, അവരുടെ ലംഘനം, അവരുടെ നഷ്ടം. എന്നാൽ അത് POC ബൈബിൾ വായിക്കുമ്പോൾ അവരുടെ പാപം, അവരുടെ പരാജയം, അവരുടെ തിരസ്കരണം എന്നുള്ള വാക്കുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതൊരർത്ഥത്തിലും അവരെ തിരസ്കരിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ അവർക്കൊരു പരാജയം സംഭവിച്ചിരിക്കുന്നു, ഒരു ഭ്രംശം സംഭവിച്ചിരിക്കുന്നു, ഒരു നഷ്ടം അല്ലെങ്കിൽ ഒരു ലംഘനം അവർക്ക് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ റോമാലേഖനം 11:12 വാക്യത്തിലും 15 വാക്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇസ്രായേലിനെ കുറിച്ച് ദൈവം ഇങ്ങനെ കാര്യങ്ങൾ മാറ്റുവാൻ ഇടയായിത്തീർന്ന സംഭവം എന്താണ്? വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. 13 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവൻ ഈ ഉപമയും പറഞ്ഞ്, ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്,
ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ലതാനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു. അതിനവൻ, കർത്താവേ, ഞാൻ അതിനു ചുറ്റും കിളച്ചു വളവിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്നുത്തരം പറഞ്ഞു. പ്രൈസ് ലോർഡ്. വളരെ സുപരിചിതമായിട്ടുള്ളൊരു വേദഭാഗമാണ് നാം വായിച്ചത്. ഫലം തരാത്ത അത്തിവൃക്ഷം. 3 വർഷം അവരുടെ നടുവിൽ കർത്താവ് പരസ്യ ശുശ്രൂഷ ചെയ്തു. 3 വർഷം ഒരു തോട്ടക്കാരനെ പോലെ തൻ്റെ ജനത്തിൻ്റെ നടുവിൽ കർത്താവ് അധ്വാനിച്ചു. അപ്പോൾ പിതാവായ ദൈവം പുത്രനോട് ചോദിക്കുകയാണ്, എന്തിന് നിലത്തെ നിഷ്ഫലമാക്കണം? അപ്പോൾ പുത്രനായ ക്രിസ്തു പറയുകയാണ്, യജമാനനോട് പറയുകയാണ്, ദൈവത്തോട് പറയുകയാണ്, 1 വർഷം കൂടി നിൽക്കട്ടെ, ഞാൻ അവരുടെ ചുവട് കളച്ച് വളമിടാം, മേലിൽ ഫലം കായ്ച്ചാലോ. അങ്ങനെ ദൈവം എന്ത് ചെയ്തു? 3 വർഷത്തിന് ശേഷം കർത്താവ് ക്രൂശിക്കപ്പെടുന്നു. ക്രൂശിക്കപ്പെട്ടതിന് ശേഷം കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നു. അതിനുശേഷം ദൈവം തൻ്റെ അപ്പോസ്തലന്മാരിലൂടെ, എന്ന് പറഞ്ഞാൽ 12 മണവാട്ടി സഭയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരിലൂടെ ദൈവം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അവർ പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും തള്ളിക്കളയുന്നൊരു കാഴ്ചയാണ് നാം കാണുന്നത്. നമുക്ക് ഒരു വാക്യം കൂടി ഇത് വായിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം തന്നെ അതിൻ്റെ 7-ാം അധ്യായം 29-30 വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്നാൽ ജനമൊക്കെയും ചുങ്കക്കാരും കേട്ടിട്ട് യോഹന്നാന്റെ സ്ഥാനമേറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചു. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പരീശന്മാരും മേലാളന്മാരും ദൈവത്തിൻ്റെ ആലോചന സ്വീകരിക്കാതെ ആ ആലോചന വൃഥാവായി ആക്കി കളഞ്ഞു. അല്ലെങ്കിൽ ഒരു ഫലവും അവർക്ക് കിട്ടാത്ത രീതിയിൽ ദൈവത്തിൻ്റെ ആലോചനയെ അവർ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ഇവിടെ കാണുന്നു, പിതാവായ ദൈവത്തെ അവർ തള്ളിക്കളയുകയാണ് എന്ന് കാണുന്നുണ്ട്. നമുക്ക് ഒരു വാക്യം കൂടി വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായത്തിലേക്കൊന്ന് കടന്നു വരാം. അവിടെ പുത്രനായ ക്രിസ്തുവിനെ തള്ളിക്കളയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 39-40 വാക്യങ്ങൾ. എന്നാൽ പെസഹയിൽ ഞാൻ നിങ്ങൾക്കൊരുത്തനെ വിട്ടുതരിക പതിവുണ്ടല്ലോ, യഹൂദന്മാരുടെ രാജാവിനെ വിട്ടുതരുന്നത് സമ്മതമോ എന്ന് ചോദിച്ചതിന് അവർ പിന്നെയും, ഇവനെ വേണ്ട, ബറബാസിനെ മതി എന്ന് വിളിച്ചു പറഞ്ഞു. ബറബാസോ കവർച്ചക്കാരനായിരുന്നു. അതെ, തീർച്ചയായിട്ടും പിലാത്തോസ് യേശു ക്രിസ്തുവിനെ വിട്ടയക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ വർഷവും തടവുകാരനായ ഒരുവനെ വിട്ടുതരണമല്ലോ, അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് വേണ്ടി വിടട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് യേശു എന്ന് പറയുന്ന ഇവനെ വേണ്ട, ഈ മനുഷ്യനെ ഞങ്ങൾക്ക് വേണ്ട, പകരം ആരെ വേണം? ആ വർഷത്തിലെ ഏറ്റവും വലിയൊരു തീവ്രവാദിയായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് ബറബാസ് എന്നുള്ളതാണ്. ആ ബറബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യുകയാണ്? യേശു ക്രിസ്തുവിനെയും അവർ തിരസ്കരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് ക്രിസ്തീയ ഗോളത്തോട് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണെങ്കിൽ പോലും പല രീതിയിൽ പല നിലകളിൽ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് അത്. നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് പത്രോസിനെയും കൂട്ടരെയും എഴുന്നേൽപ്പിച്ച് നിർത്തി, അങ്ങ് യോവേൽ പ്രവാചകൻ പ്രവചിച്ച കാര്യമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകുന്നത് ഇത് ദൈവത്തിൻ്റെ ആലോചനയാണ്. നിങ്ങൾ കൊന്നുകളഞ്ഞ യേശുവിനെ മശിഹയായി ദൈവം ഉയർത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് പാപമോചനവും രക്ഷയും ഇവനിലൂടെയാണ്. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നൊക്കെയും വ്യത്യസ്ത ഇടങ്ങളിൽ അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാളിലൊക്കെയും പ്രസംഗിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ ഇവർ പുതുവീഞ്ഞു കുടിച്ച് മത്തരായിക്കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറയാനിടയായിത്തീർന്നു. അവരുടെ വാക്ക് കേട്ട ചുരുക്കം പേരൊഴിച്ച് ബാക്കി ഭൂരിഭാഗം പേരും അത് തിരസ്കരിക്കുവാനിടയായിത്തീർന്നു. തന്നെയുമല്ല, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിലേക്കൊന്ന് കടന്നു വരാം. സ്തേഫാനോസിൻ്റെ ഒരു പ്രസംഗമാണ് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിൻ്റെ 54 മുതൽ 60 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കണം. നമുക്ക് പ്രാരംഭ വാക്യങ്ങൾ നിർത്തി വായിച്ചു പോകാമല്ലോ. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ലു കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവേ,
എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്റ്റെഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് സുപരിചിതമായിട്ടുള്ളൊരു വേദഭാഗമാണ് നാം വായിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ, പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് അബ്രാഹാം മുതലുള്ള ചരിത്രത്തെ ഒരൊറ്റ പ്രസംഗത്തിൽ യേശുക്രിസ്തു വരെയുള്ള ചരിത്രം പറഞ്ഞുകൊണ്ട് സത്യമായിട്ടുള്ള കാര്യം അവരുടെ നേതാക്കന്മാർക്ക് ബോധ്യമാകും വണ്ണം പറഞ്ഞപ്പോൾ, ഈ വാക്കുകളെ കേട്ടപ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള സ്തേഫാനോസിൻ്റെ വാക്ക് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനത്തിൻ്റെ പ്രതികരണം എന്താണ്? അവർ പല്ല് കടിച്ച് ആക്രോശിച്ചുകൊണ്ട്, ചെവി പൊത്തിക്കൊണ്ട്, ഈ മനുഷ്യനെ കല്ലെറിഞ്ഞു കൊല്ലുക എന്ന് ആക്രോശിച്ചുകൊണ്ട് കടന്നു വന്ന് ആ മനുഷ്യനെ കല്ലെറിഞ്ഞു കൊല്ലുവാനിടയായിത്തീർന്നു. എന്നാൽ ആ സമയത്ത് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു ക്രിസ്തു നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് താൻ പറയുകയാണ്, ദൈവമേ, ഈ പാപം ഇവരോട് നിർത്തരുതേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ആ വേദഭാഗം വായിക്കുമ്പോൾ പലപ്പോഴും കണ്ണുകൾ നിറയുവാനിടയായിത്തീർന്നിട്ടുണ്ട്. കാരണം ആ സ്തേഫാനോസിലൂടെ ദൈവം ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ചെയ്തിട്ട് പോലും ഈ ജനത്തിന് അന്ധത പിടിച്ചുപോയി, തിമിരം പിടിച്ചുപോയി. ഇസ്രായേലിനെ ദൈവം കൈവിടുവാൻ തക്കവണ്ണം പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും ആയ ഏകദൈവത്തിൻ്റെ ആലോചനയെ ആ ജനം തള്ളിക്കളഞ്ഞതുകൊണ്ട്, അതുകൊണ്ടാണ് പുതിയൊരു വഴി കർത്താവ് തുറന്നത്. പുതിയൊരു വഴിയല്ല, അനാദികാലം മുതലേ ദൈവം ഹൃദയത്തിൽ ഉണ്ടായിരുന്നൊരു പദ്ധതി എന്ന് പറഞ്ഞാൽ, തുടക്കവും ഒടുക്കവും എല്ലാം ദൈവത്തിന് അറിയാവുന്ന ദൈവത്തിന് ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അനാദിയിൽ ദൈവം ഒരു കൃപായുഗം, ഒരു ബ്രാക്കറ്റ് പീരീഡ് യഹൂദൻ്റെ ഈ പദ്ധതി ഹോൾഡ് ചെയ്തതിന് ശേഷം ഒരു കൃപായുഗം കൊണ്ടുവന്നു. ഈ കൃപായുഗത്തിൻ്റെ പണി പൂർത്തീകരിച്ചതിന് ശേഷം കർത്താവ് ഉൽപ്രാപണത്തിൽ നമ്മെ ചേർത്തുകൊള്ളും. അതിനുശേഷം വീണ്ടും വെട്ടി നിർത്തിയിരിക്കുന്ന ഇസ്രായേലിൻ്റെ ഈ പദ്ധതി ദൈവം വീണ്ടും പുനരാരംഭിക്കും. അങ്ങനെയാണ് അവരെ ആ തീയുടെ സ്നാനത്തിലൂടെ, അഗ്നിശോധനയിലൂടെ, ആ കാലഘട്ടത്തേക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ള എബ്രായ ലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. അതൊക്കെയും വരാനിരിക്കുന്ന പീഡാകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ആത്മാവിനാൽ പത്രോസും കൂട്ടരും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. ഹല്ലേലൂയ. അത് പിന്നീട് അത് ആപ്ലിക്കബിളായി തീരും എന്ന് ഞാൻ കർത്താവിൽ ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയാണ് ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ മുൻപിൽ നിന്നും മാറ്റപ്പെട്ട് ഇന്ന് യഹൂദനും ജാതിയും ഒരു വ്യത്യാസവും കൂടാതെ ഒരേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നൊരു യഹൂദനായാലും ഒരു ജാതിയായാലും ദൈവത്തിൻ്റെ മുൻപിൽ രക്ഷിക്കപ്പെടുവാൻ കൃപയുടെ സുവിശേഷം മാത്രമേ ഉള്ളൂ. ഇന്നൊരുവൻ ചിന്തിക്കുകയാണ്, ന്യായപ്രമാണം മുഴുവനും ആചരിച്ച് ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് ചിന്തിച്ചാൽ അത് ചിന്തിക്കാമെന്നേ ഉള്ളൂ. ആ പദ്ധതി ഇന്ന് നിലവിലില്ല. അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അച്ചട്ട് പ്രതി അതങ്ങനെ തന്നെ ഫോളോ ചെയ്താലും എനിക്ക് ഇന്ന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനും കഴിയുകയില്ല. കാരണം ആ പ്രവൃത്തി ദൈവം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇന്ന് തുറന്നിട്ടിരിക്കുന്നൊരു വഴി എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് വേണമെങ്കിൽ പോകാം. 1000 ആണ്ട് ഭൂമിയിലേക്ക് വേണ്ടി നാം കാത്തിരിക്കുന്നുവെങ്കിൽ അതൊരു വിഫല ശ്രമമായിരിക്കും. അത് നമുക്കുള്ളതല്ല, അത് യഹൂദന് വേണ്ടിയുള്ളതാണ്. ആ പദ്ധതി ഇന്ന് നിലവിലുമില്ല. നിലവിലുള്ള സമയത്താണ് നാം ജീവിച്ചിരുന്നതെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. ഒരു യഹൂദ മതാനുസാരിയായി കൊർന്നലിയോസിനെ പോലെ ദൈവത്തിൻ്റെ നീതിപ്രവൃത്തികളെ ചെയ്ത്, ദാനധർമ്മം ചെയ്ത്, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച്, പ്രാർത്ഥിക്കേണ്ട സമയങ്ങളിൽ പ്രാർത്ഥിച്ച്, ദാനധർമ്മം ചെയ്ത് അങ്ങനെ ഇരിക്കുന്നൊരു വ്യക്തിക്ക് സുവിശേഷം കേട്ടാൽ, രാജ്യത്തിൻ്റെ സുവിശേഷം കേട്ടാൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് അവൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ആ യഹൂദ ജനത്തോടു കൂടെ ചേർന്ന് അങ്ങനെ രാജ്യത്തിൻ്റെ സുവിശേഷത്തിലൂടെ 1000 ആണ്ടിലേക്ക് കടക്കാം. ആ ഒരു പ്രത്യാശയാണ് ഒരു ജാതിക്കുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ആ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് കൊണ്ട്, മറ്റൊരു വണ്ടിയാണ് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട്, ഇന്ന് കൃപയുടെ സുവിശേഷമാണ് ഇന്ന് നിലവിലുള്ളത്. ദൈവം ഇന്ന് ഇതിൻ്റെ പണിപ്പുരയിലാണ്, ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ പണിപ്പുരയിലാണ്. ഒരിക്കലും ദൈവം ഇന്ന് ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റിൻ്റെ അല്ലെങ്കിൽ മണവാട്ടി സഭയുടെ പണിപ്പുരയിലല്ല. ഇപ്പോൾ ദൈവം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ പണിപ്പുരയിലാണ്. ഈ പണി കഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും ആ മണവാട്ടി സഭയുടെ പണി പൂർത്തീകരിക്കും. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ പണി, കർത്താവ് നിർത്തിവെച്ചിരിക്കുന്ന പണി ഉൽപ്രാവണത്തിന് ശേഷം വീണ്ടും പുനരാരംഭിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 2 തിമോത്തിയോസ് 2:15 വാക്യത്തിൽ പറയുന്നത്, ദൈവവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക, ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുക. റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. ദൈവവചനത്തെ കൃത്യമായി യഥാർത്ഥമായി വിഭജിച്ചതിനെ പഠിക്കുക. ആരോട് എന്തിനു പറഞ്ഞു,
ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ആശ എന്നതെന്ന് മനസ്സിലായോ? നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നാം തിരിച്ചറിയണം. തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ ഈ രണ്ട് ഗോസ്പലും രണ്ട് സുവിശേഷവും മിക്സ് ചെയ്ത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട് സ്വർഗവുമില്ല ഭൂമിയുമില്ല എന്നുള്ളൊരവസ്ഥയിൽ നിത്യനരകത്തിൽ പോയി കിടക്കുവാനിടയായിത്തീരും. തെറ്റായ സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ശരിയായൊരു സുവിശേഷമുണ്ട്. അതെന്താണ്? നാം കൂടെ നമ്മുടെ ഗേറ്റ് മിനിസ്ട്രീസിലൂടെ യൂട്യൂബ് ചാനലിലൂടെ ഒത്തിരി പ്രസംഗങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് ഇന്ന് വരെ ഈ ലോകചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളക്കരയിൽ ഒരു സഭകൾക്കും ഇല്ലാത്ത സുവിശേഷീകരണത്തിലുള്ള ക്ലാരിറ്റി ഗേറ്റ് മിനിസ്ട്രീസിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള കാര്യങ്ങളിലെ സവിസ്തരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ സംഭവങ്ങൾ പൊതുജനത്തിൻ്റെ മുൻപിലേക്ക് കൃത്യമായി വച്ചിരിക്കുന്ന ഒരു മിനിസ്ട്രിയാണ് കർത്താവ് തുറന്നിരിക്കുന്ന ഈ വാതിൽ. ആർക്കും അടയ്ക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും തടസ്സം ചെയ്യാൻ പറ്റാത്ത ഒരു വാതിലാണ് ഇവിടെ തുറന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗേറ്റ് മിനിസ്ട്രീസിന് ഗേറ്റ് മിനിസ്ട്രീസ് എന്ന് പേരിട്ടിരിക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് തുറന്നു വെച്ചിരിക്കുന്ന ഒരു വാതിലാണ്. അതിലൂടെ കേൾക്കപ്പെടുന്ന വചനം അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുക. തിരുവചനം അങ്ങനെ തന്നെ പറയുന്നുവോ എന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ആ സുവിശേഷം ഏറ്റെടുക്കുവാൻ എന്ന് ഞങ്ങൾ ഓർപ്പിക്കുന്നു. ആരും പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട, മറിച്ച് ഇതിൽ അങ്ങനെ തന്നെയോ എന്ന് സ്വന്തം കണ്ണുകൊണ്ട് സ്വന്തം ബുദ്ധി കൊണ്ട് അതിനെ ഗ്രഹിച്ച് മനസ്സിലാക്കുവാൻ ഞാൻ ബുദ്ധി ഉപദേശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറഞ്ഞുവല്ലോ, യഹൂദനും ജാതിക്കും ഒരു പ്രത്യേകതയുമില്ല. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് വായിച്ചാൽ കാര്യം കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലാകും. എങ്കിലും സമയത്തിൻ്റെ പരിധി കൊണ്ട് നമുക്ക് ചില വാക്യങ്ങൾ മാത്രം ഒന്ന് വായിക്കാം. എഫെസ്യ ലേഖനം 2:11 മുതൽ ഒന്ന് വായിച്ചു തുടങ്ങാം. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്നു പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ജാതികളെക്കുറിച്ചുള്ള പൗലോസിൻ്റെ വാക്കുകളാണ്. അക്കാലത്ത്, അതായത് മുൻകാലത്ത്, കൃപായുഗം തുടങ്ങുന്നതിന് മുൻപേ നിങ്ങൾ ദൈവമില്ലാത്തവരായിരുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ പൗരതയോട് യാതൊരു ബന്ധവുമില്ലാത്തവരായിരുന്നു എന്നുള്ളത് പൗലോസോടെ പറയുകയാണ്. അവർ നമ്മളെ അഗ്രചർമ്മികൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, ദൈവജനമല്ലാത്ത ജാതികൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുകയാണ്. തുടർന്ന് വായിക്കാം. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി. പ്രൈസ് ദി ലോർഡ്. മുൻപേ ദൂരസ്ഥരായിരുന്ന നമ്മൾ ഇപ്പോൾ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിക്കാം. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. പ്രൈസ് ദി ലോർഡ്. എത്രയോ ആഴമുള്ള വാക്യങ്ങളാണ് നാം വായിച്ചത്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, അവൻ നമ്മുടെ സമാധാനമാണ്, രക്തത്താൽ നമ്മൾ ഇപ്പോൾ ദൈവത്തിൻ്റെ സമീപസ്ഥരായിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചുവർ നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ യഹൂദനും ജാതിയും എന്ന് പറയുന്ന ഒരു വലിയ വേർപാടിൻ്റെ നടുച്ചുവർ കർത്താവിൻ്റെ ക്രൂശിലൂടെ അതിനെ നീക്കിക്കളഞ്ഞുകൊണ്ട് ഇരുപക്ഷത്തെയും ഒന്നാക്കി ഏക ശരീരമാക്കി ക്രിസ്തുവിൻ്റെ ശരീരമാക്കി തീർത്തുകൊണ്ട് ദൈവം ഒരു രക്ഷ നമുക്ക് ഒരുക്കി തന്നു. അവിടെ പറയുന്നു, ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 17-ാം വാക്യം കൂടി ഒന്ന് വായിക്കാം നമുക്ക്. അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. 18-ാം വാക്യം കൂടി ഒന്ന് അവൻ വായിക്കാം. മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇരുപക്ഷക്കാർക്കും പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനമുണ്ട്. എങ്ങനെയാണ്? പരിശുദ്ധയാത്മാവിനാൽ ദൈവം ചെയ്തെടുത്ത ഈ പ്രവൃത്തി മൂലം, ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ദൈവം ചെയ്തെടുത്ത ആ രക്ഷണ്യ പദ്ധതിയിൽ വിശ്വസിക്കുമ്പോൾ ന്യായപ്രമാണമോ ചട്ടങ്ങളോ ഒന്നും കൂടാതെ, ന്യായപ്രമാണം കൂടാതെയുള്ള ദൈവിക രക്ഷ പരിശുദ്ധയാത്മാവിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നൽകി നമ്മെ രക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ,
ഒരു കാലത്ത് ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ആ ജനമനുസരണം കേടിനാൽ തങ്ങളുടെ പദവികളെ തള്ളിക്കളഞ്ഞു. എന്നാൽ അനാദികാലം മുതലേ ദൈവം സകല മാനവകുലത്തിൻ്റെയും സകല ജഡത്തിൻ്റെയും ദൈവമായ കർത്താവ് ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെടരുത് എന്ന് കരുതി ഒരു രക്ഷാമാർഗം ഒരുക്കി വച്ചിരുന്നു. അതാണ് കർത്താവിൻ്റെ ക്രൂശിലൂടെയുള്ള സൗജന്യ രക്ഷ. കർത്താവിൻ്റെ ക്രൂശിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വസിക്കുന്ന മാത്രയിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിടുകയും ആ വീണ്ടെടുപ്പിൻ്റെ നാൾ വരെ, കർത്താവിൻ്റെ മധ്യാകാശ വരവ് വരെ, ഉൽപ്രാവണം വരെ, അന്ന് വരെ നമ്മെ സുരക്ഷിതരായി നിർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയിടുകയും പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തി ജലത്താലല്ല ആത്മാവിനാൽ സ്നാനപ്പെടുത്തി നമ്മെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി തീർത്ത് നമ്മെ ഒരേ പ്രത്യാശയിൽ ഒരു ശരീരമാകുമാറ് കാത്തു സൂക്ഷിച്ച് നമുക്ക് വലിയൊരു പ്രത്യാശ ദൈവം നൽകി തരുവാനിടയായിത്തീർന്നു. നമുക്ക് സ്വർഗീയ പ്രത്യാശയുള്ളവരാണ്. നാം സ്വർഗീയ പൗരന്മാരാണ്. ഈ ഭൂമിയിലുള്ളതല്ല, ഉന്നതത്തിലുള്ളതിനെ തന്നെ ചിന്തിപ്പിൻ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വലിയ പ്രത്യാശയിലേക്ക് നമുക്ക് ആ വാക്യം കൂടി ഒന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം നമുക്കൊന്നെടുക്കാം. അവസാനമായി ആ കൊലോസ്യ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. എവിടെയുള്ളത് അന്വേഷിക്കാനാണ് പറഞ്ഞത്? നിങ്ങൾ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ, മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തു തൻ്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചുകൊണ്ട് കർത്താവ് നമ്മെ ഉയർപ്പിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ ഉയർത്തിയിരിക്കുന്ന നമ്മൾ എവിടെയുള്ള കാര്യം ചിന്തിക്കുവാനാ പറഞ്ഞിരിക്കുന്നത്? ഭൂമിയിലുള്ളതല്ല, 1000 ആണ്ടിനുള്ളതല്ല. നമുക്ക് ആലോചിക്കേണ്ട കാര്യം ഉയരത്തിലുള്ളത്, അതും ക്രിസ്തു ഇരിക്കുന്നിടമായ ഉന്നതത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവൻ ഇന്ന് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. അത് വെളിപ്പെടുന്നൊരു സമയമുണ്ട്. ഹല്ലേലൂയ. ആ വെളിപ്പെടുന്നൊരു സമയത്ത് നാം പ്രത്യാശ വെച്ചിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നാം എന്നും നിത്യം ദൈവത്തോടു കൂടെ ആയിരിക്കും എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഏറ്റവും വലിയ ക്രിസ്തീയ പ്രത്യാശയായ ഒരു വാക്യം കൂടി വായിച്ചുകൊണ്ട് എൻ്റെ സന്ദേശത്തിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഈ വാക്കുകളാൽ നമുക്ക് ആശ്വസിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യാഖ്യാനവും കൂടാതെ ഈ മെസ്സേജിൽ തന്നെ പല പ്രാവശ്യം നമ്മൾ ആ വാക്യം പറയാനിടയായിത്തീർന്നു. ഈ വചനങ്ങൾ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൻ്റെ രൂപാന്തരപ്പെട്ട് നാം കർത്താവിനോട് കൂടെ എടുക്കപ്പെടുന്ന ഒരു സുദിനമുണ്ട്. അത് നമ്മുടെ ഈ ആയുസ്സിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം ഇസ്രായേലിന് കൊടുത്ത രക്ഷയെ തിരസ്കരിച്ചു. ജാതികൾക്ക് വേണ്ടി ദൈവം ഒരു പദ്ധതി ഒരുക്കി. അതിൻ്റെ പണി പൂർത്തീകരിക്കുമ്പോൾ വീണ്ടും ദൈവം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഇടപെടും. പിന്നീട് ഈ ലോകം കാണുവാൻ പോകുന്നത് വലിയ കഷ്ടമാണ്. ആ കഷ്ടത്തിലൂടെ അവർ രക്ഷിക്കപ്പെടും എന്ന് ദൈവവചനം പറയുന്നു. നാം ആ ക്രോധത്തിനുള്ളതല്ല, നാം ആ കഷ്ടത്തിനുള്ളതല്ല. അവിടെ നിന്നും നമ്മെ വിടുവിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വെളിപ്പെടും എന്നുള്ള ഉറച്ച പ്രത്യാശ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൃപയേറും കർത്താവിലെൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം കൃപയാൽ മനോഹരമാ. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം
ദുഷ്ടതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും, ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നെന്നാശ്രയമാ. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നെന്നാശ്രയമാ. കൃപയൊന്നെന്നാശ്രയമാ, കൃപയൊന്നെന്നാനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിയൻ ബലം അവൻ തകർത്തല്ലോ. എന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. എന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിയൻ ബലം അവൻ തകർത്തല്ലോ. എന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. എന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപയൊന്നെന്നാശ്രയമായി, കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമനിക്കവനെന്നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. കൃപയൊന്നെന്നാശ്രയമാ, കൃപയൊന്നെന്നാനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി. കൃപയേറും കർത്താവ്, കൃപയേറും കർത്താവിലെൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമാ. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ കൃപയൊന്നെന്നാശ്രയമായി, കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ചേർത്ത് പാടിയാട്ടെ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. കൃപയൊന്നെന്നാശ്രയമായി, കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായുള്ള ദൈവമേ, തിരുനാമത്തിനായി സ്തോത്രം. പിതാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നതുകൊണ്ട് സ്തോത്രം. ദൈവമേ, നീ ഞങ്ങളെ ആദ്യമേ സ്നേഹിച്ചു. ഞങ്ങൾ ദൈവത്തെ സ്നേഹിച്ചിരുന്നവരല്ല, ഞങ്ങൾ താൻ്റെ വഴിക്ക് ബോധിച്ചതുപോലെ നടന്നു. എങ്കിലും കർത്താവ് ഞങ്ങളെ കണ്ടു. ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ ഞങ്ങളെ തിരഞ്ഞെടുത്തതുകൊണ്ട് സ്തോത്രം.
കർത്താവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾ ഞങ്ങൾക്ക് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിപ്പാൻ തന്ന സാവകാശത്തിനായ സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് കർത്താവിനെ ആ നിലയിൽ മഹത്വപ്പെടുത്തുന്നു. ദേവദാസനിൽ നിന്ന് ഞങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തെ പറ്റി ഒരു ചെറിയ ചിന്ത ലഭിക്കാൻ ദൈവം ഇടയാക്കിയല്ലോ. കർത്താവ് ഞങ്ങളെ രക്ഷിച്ചു. ദൈവമേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി എന്നേക്കുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിക്കാൻ വേണ്ടി ദൈവത്തിന് മറവില എന്നുള്ള വീണ്ടെടുപ്പ് വില കൊടുക്കണമായിരുന്നല്ലോ. ദൈവമേ, അത് മനുഷ്യർക്ക് അസാധ്യമായിരുന്നു. അത് കർത്താവായ യേശു ക്രിസ്തു സാധിപ്പിച്ച് ഞങ്ങളെ രക്ഷിച്ചു. എങ്കിലും ഞങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യണം. ആ നിലയിൽ ദൈവം സർവ്വത്തിൽ നീതിമാനായതുകൊണ്ട് ഞങ്ങളുടെ ഓരോ പ്രവൃത്തികൾ കണക്ക് ബോധിപ്പിക്കേണ്ട സമയത്ത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ നിൽക്കേണ്ടതായി വരും. അന്ന് ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ ലജ്ജിക്കാതെ ഇരിക്കണമെങ്കിൽ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധയും കരുതലുള്ളവരായിരിക്കണമെന്നുള്ള കാര്യമൊക്കെ ഓർപ്പിച്ചു. ദൈവമേ, ആ നിലയിൽ കർത്താവ് ഞങ്ങൾക്ക് സഹായിയാണ്. കർത്താവ് ഞങ്ങൾക്ക് അത്താണിയാണ്. ഞങ്ങൾക്ക് കർത്താവിൻ്റെ കൃപയിലാണ് ഞങ്ങളെ സൂക്ഷിക്കുന്നത്. ആ നിലയിൽ എല്ലാ കാര്യങ്ങളും കർത്താവ് അതേ നിലയിലും ദൈവമക്കളെന്ന നിലയിലും ഞങ്ങളുടെ അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വഴികൾക്കായി സ്തോത്രം. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. വന്ദനം നിനക്കാമേൻ. വന്ദനം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ അടിയങ്ങളോടും അടിയങ്ങളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, വിശേഷാൽ ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും, ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴെപ്പോഴും കർത്താവിൻ്റെ വരവ് വരെയും ഇന്നും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഈ ഒരാഴ്ചവട്ട കാലം മുഴുവനും ദൈവിക കൃപയും ദൈവിക അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. തിരുവചനം കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമായി ദൈവം നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. മറനാഥ ഗ്രേസ് ദൈവം. വന്ദനമേ സുരക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. വന്ദനമേ സുരക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ.
രോഗവും നീങ്ങി ഞാൻ, പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ, നീതിമാനാകുവാൻ ശാപമായി തീർന്നോനേ, നീതിമാനാകുവാൻ ശാപമായി തീർന്നോനേ. വന്ദനമേ യേശു രക്ഷകനേ.